മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ സ്ഥിരം കമ്മിറ്റി താമസിയാതെ വരുമെന്ന് എംഎൽഎ രമേശ് പിഷാരടി. അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അതൊരു കടലാസ് കമ്മിറ്റിയാണ്. അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടത്. അതിനങ്ങനെ ഒരു പോളിസി മേക്കിങ്ങിലോ മണി മാറ്റേഴ്സിലുണ്ടാകുന്ന ചേഞ്ചുകൾക്കൊന്നും അധികാരമുള്ളൊരു കമ്മിറ്റിയല്ല. പക്ഷേ നമ്മുടെ സംഘടന എന്നുള്ള നിലയിലും എല്ലാവരും നമ്മൾ പരസ്പരം അറിയുന്നവരെന്നുള്ള നിലയിൽ ഒരു വെൽഫെയറിൻ്റെ ഭാഗമായി നിലവിലെ പ്രശ്നങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലയിലാണെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലൊക്കെ പരമാവധി ഇടപെട്ടുകൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളും അതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നുവെന്നും സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ലെന്നും പിഷാരടി പറഞ്ഞു. പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ, മമ്മൂട്ടി, മോഹൻലാൽ, അൻസിബ തുടങ്ങി എല്ലാവരോടും താൻ സംസാരിച്ചു. രാജിവെച്ചവരെ അമ്മയിൽ തിരിച്ചെത്തിക്കുമെന്ന് പിഷാരടി പറഞ്ഞു. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു മാനസികമായ വേദന എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും വ്യക്തികൾ അമ്മ സംഘടനയിൽ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നീക്കങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി നടത്തപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെല്ലാവരോടും സംസാരിച്ചു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസിബയോട് സംസാരിച്ചു, മല്ലികാന്റിയോട് സംസാരിച്ചു, ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ, എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയോടൊക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. ഇല്ല, ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്കിവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്ന് പോലും ഞാൻ 11:15 പിറ്റേന്ന് നിയമസഭ ഉണ്ടായിരുന്നു. ഞാൻ 11:15 ഇറങ്ങി. ഞാൻ വാർത്തയിലാണ് അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എനിക്ക് വന്നത് കേട്ടത്. എന്നോട് രാവിലെ പറഞ്ഞിരുന്നു എന്തെങ്കിലും വന്നാൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത്. അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരും നമുക്കറിയാവുന്നവരും എല്ലാവരും ഒക്കെ നല്ല ആൾക്കാരൊക്കെയാണ്. അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച ശേഷം നിലവിൽ വന്ന താൽക്കാലിക സമിതിയുടെ കൺവീനറാണ് രമേശ് പിഷാരടി. UTV ന്യൂസ്, പാലക്കാട്.